അഭിവന്യ തിരുമേനിയുടെയും ഏറ്റവും ബഹുമാനപ്പെട്ട അച്ഛന്മാരുടെയും സുവിശേഷകരുടെയും മാതാപിതാക്കന്മാരുടെയും ഒക്കെ ആശീർവാദം പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു സുവിശേഷ ഭാഗത്തെ ഒന്ന് കുറച്ചുകൂടി ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. അത് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 21 തൊട്ട് 24 വാക്യങ്ങളാണ്. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവനല്ല, സ്വർഗസ്നായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് യഥാർത്ഥത്തിൽ യോഗ്യനായവൻ. കർത്താവേ, ഞങ്ങൾ നിൻ്റെ നാമത്തിൽ പ്രവചിക്കുകയും നിൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിൻ്റെ നാമത്തിൽ വളരെ വീര്യപ്രവർത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തല്ലോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. ഞാനോ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുവിനെന്ന് തീർത്തു പറയും. യേശുവില്ല. ഏറ്റവും അഭിവന്യരെ, തെല്ലു വിഷമം പിടിച്ചൊരു വിചാരമാണ് ഈ സന്ധ്യാസത്സംഗിൽ പങ്കുവയ്ക്കാമെന്ന് കരുതുന്ന അന്തിമ നാളുകളിൽ നിങ്ങളെൻ്റെ അടുക്കൽ വന്നിട്ട് പറയും, ഞാൻ നിൻ്റെ നാമത്തിൽ പഠിപ്പിച്ചിട്ടുണ്ട്, രോഗശാന്തി കൊടുത്തിട്ടുണ്ട്, അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്, ഭൂതങ്ങൾ ഉച്ചാടനം ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ നിന്നോട് പറയും, ഞാൻ നിന്നെ ഒരു കാലത്തും അറിഞ്ഞിട്ടില്ല. ഐ നെവർ ന്യൂ യു. തീർത്തു പറയുന്ന, നമ്മൾ വായിക്കണ സത്യവേദ പുസ്തകത്തിൽ പറയണത് തീർത്തു പറയും, കാറ്റഗോറിക്കൽ. ഇതുമാത്രം ഇതെന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരെ ഭാരപ്പെടുന്ന എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ അടുത്ത കാലത്തായിട്ട് എന്നെ വല്ലാതെ സമ്മർദ്ദത്തിലാക്കുന്ന ഭാരപ്പെടുന്ന ഭാഗമായത്. കാരണം നിങ്ങൾക്ക് ഊഹിക്കാവുന്ന കണക്ക് ഇങ്ങനെ ചെറിയ പ്രായത്തിലൊക്കെ ഇങ്ങനെ ആശ്രമത്തിൽ ചേരുന്നു. കൃത്യമായിട്ട് പറഞ്ഞ 15 വയസ്സ് തികയുന്നതിന് മുമ്പ് കുറച്ചകന്നോ അടുത്തോ ഒക്കെ അവിടുത്തെ അനുഗമിക്കാനായിട്ട് ശ്രമിക്കുന്നു. എന്നിട്ടിപ്പോൾ ജീവിതത്തിൻ്റെ ഒരു മധ്യവയസ്സിൽ 45 വയസ്സൊക്കെ എത്തുമ്പോൾ എന്നെ അലട്ടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്. എനിക്കറിയാമെന്ന് ഞാൻ മിക്കവാറും എല്ലാ സന്ധികളിലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന, വല്ലപ്പോഴുമൊക്കെ ചില കുറിപ്പുകളൊക്കെ ആരെക്കുറിച്ച് എഴുതുന്നു, ആ നസ്രത്തിലെ യേശുവിന് എന്നെ അറിയാവോ? അതോ ഈ യാത്രയുടെ ഒടുവിൽ അവിടെ നിന്നോട് പറയുമോ, ഞാൻ നിന്നെ ഒരു കാലത്തും അറിഞ്ഞിട്ടില്ല? ഓർക്കുമ്പോൾ ഇങ്ങനെ പെരുവിരൽ തൊട്ടൊരു വിറയൽ എനിക്ക് വരുന്നുണ്ട്. അത്രയും അതെൻ്റെ കേൾവിക്കാരെ ഭാരപ്പെടുത്തണമെന്നില്ല. എന്നാൽ പോലും ചെറിയ അളവിൽ ഓരോരുത്തരും തങ്ങളുടെ ധ്യാനവിചിന്തനങ്ങൾക്ക് ഇത് ഉപയോഗപ്പെടുത്തിയാൽ നല്ലതാണ്. കാര്യം വളരെ ലളിതമാണ്. നമുക്കറിയാമെന്ന് കരുതുന്ന നസ്രത്തിലെ യേശുവിനെ നമ്മളെ അറിയാവോ? ഇല്ലെങ്കിൽ കഠിനമല്ലേ നമ്മുടെ തലവര, അർത്ഥശൂന്യമല്ലേ നമ്മുടെ ഈ അരങ്ങും വേദിയുമൊക്കെ, ഈ ഗീതങ്ങൾ, പ്രാർത്ഥനകൾ? ഒരു സാധാരണ ജീവിതത്തിൽ പോലും നമുക്ക് താങ്ങാൻ പറ്റില്ല. നമുക്കറിയാമെന്ന് കരുതുന്ന ഒരാൾ നമ്മളെ അറിയാതിരിക്കുക. ഒരു പൊതുവേദിയിൽ വെച്ച് ഒരമ്മ വളരെ സ്വാതന്ത്ര്യത്തോടുകൂടി ഇങ്ങനെ കൈക്ക് പിടിച്ച് വർത്തമാനം ആരംഭിക്കുകയും, എൻ്റെ പൊട്ടബുദ്ധിയിൽ ഞാൻ എത്ര ഓർത്തിട്ട് അമ്മയെ കിട്ടണില്ല. അപ്പം എൻ്റെ ആ പരിങ്ങൽ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയ ആ സ്ത്രീ ഇങ്ങനെ തീക്ഷ്ണമായിട്ടൊന്ന് നോക്കിയിട്ട് പിൻവാങ്ങി. പിന്നീട് ഇങ്ങനെ ഓർത്തെടുത്തപ്പോൾ നമുക്ക് മാപ്പ് പറയാനുള്ള നേരം പോലും തന്നിട്ടില്ല. പിന്നെയും ചിലയിടങ്ങളിലൊക്കെ ഞാൻ അമ്മയെ കാണാറുണ്ട്. പക്ഷെ വളരെ ബോധപൂർവം അവർ തെന്നി മാറുന്നു. ഒരു സാധാരണ ജീവിതത്തിൽ പോലും നമുക്ക് താങ്ങാൻ പറ്റത്തില്ല. നമുക്കറിയാമെന്ന് കരുതുന്ന ഒരാൾ നമ്മളെ അറിയാതിരിക്കുക. അങ്ങനെയെങ്കിൽ ഈ സന്ധ്യയിൽ വെറുതെ ഒന്ന് ചോദിച്ചാൽ നല്ലതാണ്, എനിക്കറിയാമെന്ന് ഞാൻ കരുതുന്ന, ആരുടെ നാമത്തിൽ കുരിശു വരച്ചോ, ആരുടെ നാമത്തിൽ സ്നാനപ്പെട്ടോ, ആരുടെ നാമത്തിൽ ഒരു മദ്ബഹയുടെ മുമ്പിൽ വെച്ച് വിവാഹത്തിലേക്ക് പ്രവേശിച്ചോ, ആരുടെ നാമത്തിലാണോ കുഞ്ഞുമക്കൾ വളർത്തിയെടുക്കുന്നത്, അയാൾക്ക് എന്നെ അറിയില്ലെങ്കിൽ എന്തു ചെയ്യും? എവിടെയാണ് പാളിയത്? ഞാൻ കുറച്ചു കാലമായിട്ട് ഇതിൻ്റെ ഒരു സ്വകാര്യ ധ്യാനത്തിന് വെക്കുന്ന ഭാഗമാണ്. എവിടെയാണ് പാളിയത്? ഈ പറഞ്ഞ കാര്യത്തിനകത്തൊന്നുമല്ല. കാരണം ഒരാളിങ്ങനെ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നതിനേക്കാൾ മനോഹരമായ എന്ത് കാരണമുണ്ട് ഈ ഭൂമിയിൽ? ഇപ്പം പറഞ്ഞതിനകത്തല്ല.
പക്ഷെ എപ്പോഴും ഓർമ്മിക്കണം, നമ്മൾ ഈ പറയുന്നത് മാത്രമല്ല, നമുക്കൊരു ശരീരഭാഷയുണ്ട്, ഒരു ബോഡി ലാംഗ്വേജ് ഉണ്ട്. ഏതാണ്ട് ഒരു 3000-ഓളം പേരെന്നെ കേട്ടുകൊണ്ടിരിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. ഈ 3000-ഓളം പേരുടെ കയ്യിൽ ഒരു ചെറിയൊരു പേപ്പർ കഷ്ണം കൊടുത്തിട്ട് കൊള്ളാമെന്നൊരു വാക്കെഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തെല്ലായിടത്തും എല്ലാ കാലത്തിനും ഒരൊറ്റ അർത്ഥം മാത്രമേ ഉള്ളൂ, കൊള്ളാം. എന്നാൽ 3000 പേര് കൊള്ളാമെന്ന് പറയുമ്പോൾ 3000 അർത്ഥമാണ്. കൊടിയ നിരാശയിലൊക്കെ മനുഷ്യ ആ വാക്ക് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, കൊള്ളാം. ഇതിൻ്റെ പേരാണ് ശരീരഭാഷ. മനുഷ്യർക്ക് ശരീരഭാഷ ഉള്ളത് കണക്ക് വേദപുസ്തകത്തിനുണ്ട് ശരീരഭാഷ, ടെസ്റ്റുകൾക്കുണ്ട് ശരീരഭാഷ. അങ്ങനെയെങ്കിൽ ഈ ഒരു വായിച്ചു കേട്ട പാഠഭാഗത്തിൻ്റെ ശരീരഭാഷയ്ക്ക് ഒരു 5 പ്രശ്നങ്ങളുണ്ടെന്നൊക്കെ എനിക്ക് തോന്നുന്നു. ഞാൻ അതിനെ ഒന്ന് വളരെ വേഗത്തിലൊന്ന് പങ്കുവയ്ക്കുക. ഒരു 5ഓളം പ്രശ്നങ്ങൾ. ഒന്ന്, നമ്മൾ ചെയ്യുന്നവ മാത്രമാണ് നമ്മളെന്ന് തെറ്റിദ്ധാരണ. സ്പിരിച്വാലിറ്റി ഈസ് എക്വിവലൻ്റ് ടു ആക്ടിവിറ്റി. എന്താ ആത്മീയെന്ന് ചോദിക്കുമ്പോൾ ഒരാൾ പറയുന്നു, പുലരിൽ എഴുന്നേൽക്കുന്നു, വേദപുസ്തകം വായിക്കുന്നു, കുഞ്ഞുങ്ങളെ ഉണർത്തി സങ്കീർത്തനങ്ങൾ ഉറക്കെ പാടുന്നു. ഞങ്ങളുടെയൊക്കെ ഒരു കാത്തലിക് ട്രഡീഷനാണെങ്കിൽ എല്ലാ ദിവസവും ദൂരമുള്ള പള്ളിയിലേക്ക് നടന്നു പോകുന്നു. 50 നോമ്പതൊക്കെ ആരംഭിക്കാൻ പോകുന്നു, കൃത്യമായ നോമ്പ് നോക്കുന്നു, ഞായറാഴ്ചകൾ ഉപവിപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു, രോഗികളെ പോയി സന്ദർശിക്കുന്നു. ഇങ്ങനെ ചെയ്യുന്ന കുറേ കാര്യങ്ങൾ, ഇതൊക്കെ കൂടി ചേർന്നിട്ട് തന്നെ ആയിരിക്കാം ആത്മീയ. പക്ഷെ ഇത് മാത്രമാണോ ആത്മീയത? നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണോ നമ്മൾ? ഇത് നമുക്ക് ജീവിതവുമായിട്ട് പോലും ഉണ്ടാകുന്ന തെറ്റിദ്ധാരണയാണ്. നമ്മൾ ചെയ്യുന്നത് മാത്രമാണ് നമ്മളെന്ന് തെറ്റിദ്ധാരണ. ഒരു ഉദാഹരണത്തിനായിട്ട് ഇങ്ങനെ ചെറിയ ക്ലാസ്സിൽ അമ്മയെക്കുറിച്ച് 10 വാക്ക് എഴുതാനായിട്ട് അധ്യാപകൻ നമ്മളോട് ആവശ്യപ്പെട്ടപ്പോൾ നമ്മൾ എഴുതിയ 10 വാക്കും അമ്മ ചെയ്യണ കാര്യങ്ങളാണ്. അമ്മ പുലരിൽ എഴുന്നേൽക്കുന്നു, കട്ടൻ കാപ്പി തിളപ്പിക്കുന്നു, ഞങ്ങളെ വിളിച്ചുണർത്തുന്നു, അങ്ങനെ രാത്രി 11 മണിക്ക് അമ്മ പാത്രം മോറി കിടക്കുന്നു. അങ്ങനെ 10 ആക്ടിവിറ്റി, ക്രിയ. എന്നാൽ 40കളിലെത്തിയ ഒരാൾ അയാളുടെ അമ്മയെക്കുറിച്ച് എന്തെഴുതും? അമ്മ കൃത്യമായിട്ട് പറഞ്ഞാൽ വീടിനകത്തൊന്നും ചെയ്യുന്നില്ല. ഇപ്പം ഒരു സർജറിക്ക് ശേഷം ഇങ്ങനെ നിലത്ത് കാലുകുത്താൻ പോലും പറ്റാതെ അമ്മ ഇങ്ങനെ കുറേ നാളായിട്ട് കിടക്കയിലിരിക്കുക. ശരിക്കും അമ്മ എന്താ? എന്തായാലും അമ്മ ചെയ്യണ കാര്യങ്ങൾ മാത്രമല്ല. അതുകൊണ്ടാണ് ഇത്തിരി ഫിലോസഫി പഠിച്ച സമയത്ത് അത് പഠിപ്പിച്ച അധ്യാപകൻ എപ്പോഴും പറയുമായിരുന്നു, യുവർ ബീയിങ് ദാറ്റ് മാറ്റേഴ്സ്, യുവർ ബീയിങ് ദാറ്റ് മാറ്റേഴ്സ്. സത്താപരമായ നമ്മുടെ ചില നിലനിൽപ്പുകൾ തന്നെയാണ് പ്രധാനം. എൻ്റെ ഒരു സ്നേഹിതൻ്റെ വീട്ടിൽ കഴിഞ്ഞ 16 വർഷമായിട്ട് അമ്മ ഇങ്ങനെ തളർന്നു കിടക്കുകയായിരുന്നു. അമ്മ ആ വീടിനകത്ത് ചെയ്തുകൊടുന്ന ഒറ്റ കാര്യം മാത്രമാണ് ഇങ്ങനെ ഇമ അനക്കുക. അമ്മയുടെ ഇമ അനങ്ങുമ്പോൾ, കണ്ണിമ അനങ്ങുമ്പോഴാണ് അമ്മയ്ക്ക് വിശക്കുന്നെന്നും അമ്മയ്ക്ക് ശോധന ആവശ്യമുണ്ടെന്നും അമ്മയ്ക്ക് സങ്കടം വരുന്നൊക്കെ വീട് തിരിച്ചറിഞ്ഞത്. അങ്ങനെ ഇമ മാത്രം അനക്കിക്കൊണ്ടിരുന്ന അമ്മ കുറച്ച് നാളുകൾക്ക് മുമ്പ് മരിച്ചുപോയി. പെട്ടെന്ന് ആ വീടിനകത്തേക്ക് എന്തൊരു ശൂന്യതയാണ് വന്നത്. ഏറ്റവും ഇളയാൾക്ക് എന്നൊക്കെ പ്രായമുണ്ട്, 50 വയസ്സിലേറെ ഉണ്ട്. രാത്രി ഇങ്ങനെ സംസാരിച്ച് രാവ് ഒത്തിരി വൈകിയപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടായി വീട്ടിൽ പോകണ്ടേ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്തു വീട്? വീട്ടിൽ അമ്മയില്ല. എങ്ങനത്തെ അമ്മ? കഴിഞ്ഞ 16 വർഷമായിട്ട് ഇമ മാത്രം അനക്കിക്കൊണ്ടിരുന്ന അമ്മ. അപ്പം ശരിക്കും അമ്മ എന്താ? ഒന്നാം പാഠം ഇത് തന്നെയാണ്, നമ്മൾ ചെയ്യുന്നത് മാത്രമല്ല നമ്മൾ. അതുകൊണ്ടാണ് ഒത്തിരി ചെയ്തുകൊണ്ടിരുന്നൊരു സ്ത്രീയോട് യേശു പറഞ്ഞു, മാർത്ത മാർത്ത, നീ വെറുതെ ഇരിക്കാൻ പഠിക്കുക, നീ വെറുതെ ഇരിക്കാൻ പഠിക്കുക. എന്നിട്ട് ആ വെറുതെ ഇരിക്കുന്നതിനെ ക്രിസ്തു വിശേഷിപ്പിച്ച വാക്കെന്താണ്? അവൾ നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു, ഒന്നും ചെയ്യാതിരിക്കുന്ന മനുഷ്യർ ഈ ചെയ്യുന്നവരെക്കാൾ നല്ല ഭാഗം തിരഞ്ഞെടുത്തിട്ടുണ്ട്. എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ കണ്ണുപൂട്ടിയിരിക്കുന്ന ചില മനുഷ്യർ. അപ്പോൾ ഒന്നാമത്തെ വിചാരം അത് തന്നെയാണ്, നമ്മൾ ചെയ്യുന്നത് മാത്രമാണ് നമ്മളെന്ന് തെറ്റിദ്ധാരണ. കാരണം ചെയ്ത കാര്യങ്ങളുടെ പട്ടികയായി പറയണത്. രണ്ടാമതായിട്ട്, ഈ ചെയ്യുന്ന കാര്യങ്ങൾക്ക് പിന്നിലും കുറേ കഴിയുമ്പോൾ സ്നേഹമില്ലാതെ പോകുന്നു. എപ്പോഴാണ് മനുഷ്യൻ ഇങ്ങനെ ഓരോന്നിൻ്റെയൊക്കെ പട്ടിക നിരത്താൻ പോകുന്നത്? സ്നേഹം കുറയുമ്പോഴാണ്. ഒരു വീടിനകത്ത് പെട്ടെന്നൊരു ദിവസം അപ്പം പറയുകയാണ്, ഈ വീടിന് വേണ്ടി ഞാൻ എന്തുമാത്രം കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്, ഞാൻ എന്തുമാത്രമാണ് ബുദ്ധിമുട്ടിയിട്ടുള്ളത്, എന്തുമാത്രം കാര്യങ്ങളാണ് ഞാൻ വേണ്ടെന്ന് വെച്ചിട്ടുള്ളത്. അപ്പം നമ്മുടെ ചങ്ക് വിങ്ങുന്നുണ്ട്, ദൈവമേ, ഉള്ള സ്നേഹം കുറയുകയാണ്. സ്നേഹം കുറയുമ്പോഴാണ് മനുഷ്യൻ പട്ടിയൊക്കെ നിരത്തണം. അപ്പോഴാണ് ഇങ്ങനെ ക്രിസ്തുവിന് വേണ്ടി ചെയ്ത കാര്യങ്ങളിൽ പോലും പട്ടിയും മനുഷ്യൻ നിരത്തുന്നത് അപ്പോഴാണെന്ന് തോന്നുന്നു. രണ്ടാമത്തേതാണ്,
ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് പിന്നിൽ ഇപ്പം എന്തില്ല? സ്നേഹവും ഇല്ല. ലോകത്തെ ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാകാവുന്ന ഒരു കാര്യം സ്നേഹക്കുറവാണ്. അതിന് വലിയ ബുദ്ധി വേണമെന്നില്ല. കുറച്ച് ബുദ്ധിയുടെ പ്രശ്നമുള്ളൊരു കുട്ടിക്ക് പോലും അത് മനസ്സിലാവും. റെയിൽവേ സ്റ്റേഷനിൽ ഓട്ടിസം പിടിച്ചൊരു കുഞ്ഞിനെയായിട്ടൊരു അമ്മ ഇങ്ങനെ ഇരുന്ന് കുറച്ച് നേരമായിട്ട് ഇങ്ങനെ പരുങ്ങുന്നുണ്ട്. എന്തെങ്കിലും ഒരു ആവശ്യം അവർക്കുണ്ടെന്ന് മനസ്സിലാക്കാനുള്ള ഒരു സഹജബോധം നമുക്കുണ്ട്. ചോദിച്ചു, അമ്മ എന്തെങ്കിലും സഹായം? ഇപ്പോൾ പറഞ്ഞു, ഈ കുഞ്ഞിനെ ഒന്ന് പിടിച്ചിരുന്നെങ്കിൽ ഞാൻ ഒന്ന് ടോയ്ലറ്റിൽ പോയനെ, ആരെങ്കിലും ഉണ്ടാകുന്ന നോക്കിയായിരുന്നു. അമ്മ കുഞ്ഞിനെ ഞാൻ പിടിക്കാം, അമ്മ പോയിട്ട് വാ. പക്ഷെ നിങ്ങൾ അറിയണം, അമ്മ തിരികെ എത്തുവോളം ഈ കുഞ്ഞിൻ്റെ കൈ കിടന്നിങ്ങനെ പമ്പരം ചുറ്റി നടക്ക് ചുറ്റിയ വല്യവായി നിലവിളിക്കുക. എന്താ അതിൻ്റെ അർത്ഥം? കുറച്ച് ബുദ്ധിയുടെ പ്രശ്നങ്ങളുള്ള ആ കുട്ടിക്ക് പോലും അറിയാം താൻ ഇപ്പം നിൽക്കുന്നത് അത്രയും സ്നേഹമുള്ള ഒരാളുടെ കരവലയത്തിലല്ല. വലിയ പുണ്യമൊന്നും പറയണ്ട, കുഞ്ഞിനോടുള്ള അനുഭാവമോ കരുണ കൊണ്ടൊന്നുമല്ല കുഞ്ഞിനെ ചേർത്ത് പിടിച്ചുകൊണ്ടിരിക്കണം. മറിച്ച് അമ്മയോട് തോന്നിയ ഒരു ധാർമ്മിക ഉത്തരവാദിത്വം. ആൻഡ് എനി എത്തിക്കൽ മാൻ വിൽ ഡു ദാറ്റ്. എത്തിക്സിന് ഈ സ്നേഹം വേണമെന്നില്ല കേട്ടോ. രണ്ടാമത്തെ അതാണ്, ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും സ്നേഹമുണ്ടോ? ഈ ശബ്ദത്തിൽ നിന്ന് പോലെ സ്നേഹക്കുറവ് മനസ്സിലാക്കാൻ പറ്റുന്ന ഈ വേദപുസ്തകം പറയുന്നുണ്ടേ. പുറത്തൊരു ബോക്സ് വെച്ചിട്ടെന്ന് വിചാരിക്കുക, നല്ല തിരക്കുള്ള അങ്ങാടിയാണ്, എല്ലാം എന്തൊക്കെയോ ഇങ്ങനെ പൊതിഞ്ഞു കൊടുക്കുന്നതിനിടയിൽ കടയിൽ നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ ഇത്തിരി ശ്രദ്ധിക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾക്ക് തോന്നുന്നു, ദൈവമേ, അവിടെ നിന്നുകൊണ്ട് പ്രഭാഷണത്തിൽ ഏർപ്പെടുന്ന മനുഷ്യൻ്റെ ചങ്കിൽ സ്നേഹമില്ല. അതെങ്ങനെ മനസ്സിലായി? അയാളിനെ കണ്ടിട്ടില്ല, അയാൾക്കെന്നെ അറിയാൻ പാടില്ല. അതൊന്നും വേണ്ട, ശബ്ദം കേട്ടാൽ പോലും മനസ്സിലാവും സ്നേഹക്കുറവ്. കാരണം നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന വേദപുസ്തകത്തിൽ പൗലോസ് പറയുന്നുണ്ട്, സ്നേഹമില്ലാത്തവരുടെ വാക്ക് മുഴങ്ങുന്ന ചെമ്പ. എൻ്റെ ശബ്ദം ഇങ്ങനെ മുഴങ്ങണുണ്ട്, പക്ഷെ ഒന്നും ഇങ്ങനെ ഹൃദയത്തെ തൊടുന്നില്ല. ലോകത്തെ ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാകാവുന്ന ഒരു കാര്യം സ്നേഹക്കുറവ്. അത് മനസ്സിലാക്കാനായിട്ട് നമുക്കൊരു ഇൻഡ്യൂഷനുണ്ട്. മിക്കവാറും നഗരങ്ങളിലൊക്കെ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന പരാതി അതാ, സ്ത്രീകളുടെ പരാതി. അച്ഛാ, ഒന്നിനും കുഴപ്പമില്ല, ഭക്ഷണത്തിന് ഭക്ഷണം, വസ്ത്രത്തിന് വസ്ത്രം, ആഡംബരങ്ങൾക്ക് ആഡംബരം, പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് കുറച്ച് സ്നേഹക്കുറവുണ്ടെന്നൊരു തോന്നല. നമുക്ക് സ്വാതന്ത്ര്യമുള്ള വീടാണ്, അതുകൊണ്ട് നമ്മൾ അദ്ദേഹത്തെ ഒന്ന് കൺഫ്രണ്ട് ചെയ്യാൻ തീരുമാനിക്കുന്നു. ഞാൻ പറഞ്ഞു, ഇങ്ങനെയൊക്കെ ചേച്ചി പറയുന്നുണ്ടല്ലോ, എന്തെങ്കിലും പ്രശ്നം? ഇപ്പോൾ ഒരു എന്ത് പ്രശ്നം വെച്ചാൽ എവിടെയാ എന്ന് ഇവൾ പറയട്ടെ, എവിടെയാ സ്നേഹക്കുറവ്? കഴിഞ്ഞ അവളുടെ ബർത്ത്ഡേക്ക് ഞാൻ വാങ്ങിക്കൊടുത്തത് ഒരു സ്വർണ്ണ മോതിരമാണ്, ഇത്തവണ ഞാൻ വാങ്ങിക്കൊടുത്തത് ഡയമണ്ടാണ്. ഇനി പറയട്ടെ, എവിടെയാ സ്നേഹക്കുറവ്? അവരിങ്ങനെ കണ്ണുപൂട്ടിയിട്ട് പറഞ്ഞു, എന്നിട്ടും എനിക്കറിയാം. കൃത്യമായിട്ടൊന്നും കാണിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല, പക്ഷെ നമുക്കറിയാന്നേ. അതുകൊണ്ടാണ് ഈ പൊട്ട മനുഷ്യർക്ക് പോലും മനസ്സിലാവുന്ന ഒരു കാര്യമാണ് സ്നേഹക്കുറവെങ്കിൽ അത് ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പോകുന്നത് നിങ്ങളുടെ നസ്രത്തിലെ സ്നേഹിതനാണ്. കാരണം അയാൾ ഇവിടം വരെ സ്നേഹമാണ്, സാച്ചുറേഷനാണ് സ്നേഹത്തിൻ്റെ. അതിന് മീതിയായിട്ട് ഭൂമിയിൽ വേറെ പദങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ വായിച്ചു കേൾക്കുന്നു, ഒരു വിരുന്നുശാലയിൽ അയാൾ ഹാപ്പിയല്ല, പ്രസാദമില്ല. കാര്യം ഭക്ഷണമൊക്കെ വിളമ്പുന്നുണ്ട്, പക്ഷേ അയാളുടെ മുഖം പ്രസാദിക്കുന്നില്ല. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ കാണാം, അവിടേക്ക് വരുവാൻ പോലും യോഗ്യതയില്ലെന്ന് സ്വയം കരുതിയ ഒരു സ്ത്രീ ഇങ്ങനെ ഭയന്ന് വിറച്ച് പതുക്കെ വന്നിട്ട് ഇങ്ങനെ കാൽച്ചുവട്ടിലിരുന്നു. പിന്നെ പൂച്ചക്കുഞ്ഞ് ഉരുകുന്ന കണക്ക് അവൻ്റെ കാൽപാദങ്ങളിൽ ഒരുമി. എന്നിട്ട് അവൻ്റെ കാൽപാദങ്ങൾ ഉറ്റുനോക്കി. ഇടറിപ്പോയൊരു സ്ത്രീയാണ്, ഗണികയാണ് അവൾ. അതുകൊണ്ട് അവൾക്കറിയാം ഇടറാത്ത മനുഷ്യരുടെ കാൽപാദങ്ങൾ. ജീവിതത്തിൽ ആദ്യമായിട്ട് ഇടറാത്തൊരു മനുഷ്യൻ്റെ കാൽപാദം കണ്ട ആ സ്ത്രീ വാവിട്ട് കരയാൻ തുടങ്ങി. തൻ്റെ ഇടർച്ച ഓർത്ത്, ഭൂമിയുടെ മുഴുവൻ ഇടർച്ചകളെയും ഓർത്ത്. ജീവിതത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഇടറാത്തൊരു മനുഷ്യൻ്റെ കാൽപാദം കണ്ട് ഈ സ്ത്രീ വാവിട്ട് കരയാൻ തുടങ്ങി. ഭൂമിയുടെ മുഴുവൻ ഇടർച്ചകളെ ഓർത്തിട്ട്. എന്നിട്ട് കണ്ണീര് കൊണ്ട് പാദം കഴുകി
തലമുടി കൊണ്ട് അത് തുടച്ച് പിന്നെ ഇങ്ങനെ തെരുതെരാ ചുംബിച്ചിരിക്കുമ്പോൾ അവൻ്റെ ആതിഥേയം മനസ്സിൽ വിചാരിച്ചു, ഏതുതരം സ്ത്രീയാണ് ഇവനെ തൊടുന്നവനറിയാവോ? നസ്രത്തിൽ നമ്മുടെ യേശുവിനറിയാവുന്ന ഒറ്റ കാര്യമാണ്. എന്താണത്? മനുഷ്യൻ്റെ ചങ്കിലൂടെ കടന്നു പോകുന്ന കാര്യങ്ങൾ വായിച്ചെടുക്കുക. അവിടുന്ന് കൃത്യമായിട്ട് വായിച്ചെടുത്തു. എന്നിട്ട് പറഞ്ഞു, ശിമയോനെ, നോക്കണം അവൾ എത്രമാത്രം സ്നേഹിക്കണുണ്ടെന്ന്. നോക്കണം അവൾ എത്രമാത്രം സ്നേഹിക്കണുണ്ടെന്ന്. അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ സ്നേഹിക്കണ മനുഷ്യർ അവിടെ നിന്ന് നിലനിർത്തിയിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ സ്നേഹക്കുറവിനെ ഇങ്ങനെ സ്നേഹപൂർവം പരാതിപ്പെടും, സ്നേഹപൂർവം ചൂണ്ടിക്കാണിച്ചു തരും. രണ്ടതാണ്, ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് പിന്നിൽ ഇപ്പോഴും സ്നേഹമുണ്ടോ? എറണാകുളത്ത് ഒരു റിവോൾവിംഗ് റെസ്റ്റോറൻ്റ് ഉണ്ട്. ആ KSRTC ബസ് സ്റ്റാൻഡിനൊക്കെ അടുത്തായിട്ട് തങ്ങളുടെ വിവാഹവാർഷികം ആഘോഷിക്കാനായിട്ട് എത്തിയ ഒരു പുരുഷനും സ്ത്രീയും. കാര്യമായ വിശപ്പൊന്നുമില്ല, അതുകൊണ്ടിങ്ങനെ പുറത്ത് നഗരക്കാഴ്ചകൾ ഇങ്ങനെ കറങ്ങുന്നതനുസരിച്ച് കണ്ടുകൊണ്ടിരിക്കുക. ഇപ്പോൾ അത് തിരിഞ്ഞ് മണപ്പാട്ടിപ്പറമ്പെന്നും പറഞ്ഞുകൊണ്ടിങ്ങനെ അന്യദേശ തൊഴിലാളികൾ പാർക്കുന്നൊരു മൈതാനമുണ്ട്. അവിടേക്കാണ് കാഴ്ച. അവിടെ ഇങ്ങനെ അന്യദേശത്ത് നിന്നെത്തിയ കുറേ തൊഴിലാളികൾ, വിശേഷം ബംഗാളിലെ പണിക്കാരൊക്കെ ഉണ്ട്. ഉച്ചയായി കഴിഞ്ഞപ്പോൾ ഒരു കഞ്ഞിക്കലം നിറയെ കഞ്ഞിയുമായിട്ട് ഒരു സ്ത്രീ ഓടി വരികയാണ്. എന്നിട്ടിങ്ങനെ മുട്ടം വെട്ടുന്ന തൻ്റെ പുരുഷനിത് കൊടുക്കുമ്പോൾ നല്ല വിശപ്പുണ്ട് അയാളതിങ്ങനെ മടക്കുമെന്ന് കുടിക്കുക. പിന്നെ ഓർത്ത് ദൈവം അവളും വെയിലത്ത് ഓടി വന്നതാണ്. അതുകൊണ്ട് തന്നെ അതിൽ കുറച്ച് അവൾക്കിങ്ങനെ വെച്ച് നീട്ടുന്നത് ഈ ജാലകത്തിലൂടെ ആ പുരുഷന് സ്ത്രീ ഒരേപോലെ കണ്ടു. ഇപ്പോൾ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ പേടിയാണ്. രണ്ടുപേരും ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പറഞ്ഞു, നോക്കണം അവരെത്രമാത്രം സ്നേഹിക്കണുണ്ടെന്ന്. അപ്പം ഇങ്ങനെ ഭൂമി മുഴുവൻ ഇങ്ങനെ സ്നേഹിക്കുന്നവരവിടെ നിലനിർത്തിയിട്ടുണ്ട്. എന്നിട്ട് പറയും, നോക്ക് അവരെത്രമാത്രം സ്നേഹിക്കണുണ്ട്. മൂന്നാമതായിട്ട് ശക്തമായ അഹം. ഞാൻ അത് ചെയ്തിട്ടുണ്ട്, ഇത് ചെയ്തിട്ടുണ്ട്. ലോകത്തെ ഏറ്റവും അശ്ലീലം പിടിച്ച വാക്കാണ് ഞാൻ. ദ മോസ്റ്റ് ഒബ്സിൻ വേർഡ്. ആരെങ്കിലുമൊക്കെ അവനോട് ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരാദ്യം പുറത്ത് കിടക്കേണ്ട വാക്കതാ, ഞാൻ. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആശിക്കുന്നുണ്ടെങ്കിൽ അവൻ തന്നെ ഉപേക്ഷിക്കട്ടെ. എളുപ്പമൊന്നുമല്ല ഈ അവനവനെ ഉപേക്ഷിക്കുക എന്ന് പറയുന്നത്. ഞാൻ വിചാരിക്കുന്നു നമ്മുടെ എല്ലാ പ്രതിസന്ധിക്കും കാരണം ഈ ശക്തമായ അഹവ. എന്ത് ശക്തമായ അഹവ! എൻ്റെ ഒരു ചങ്ങാതി കഴിഞ്ഞ് 20 വർഷമായിട്ട് ഒരിടത്ത് തന്നെ പണി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രൈവറ്റ് ഫാമിൽ ഒരേ മുതലാളിയുടെ കീഴിൽ. പക്ഷെ അവനിങ്ങനെ പണിക്ക് പോകുമെന്ന് പറഞ്ഞിങ്ങനെ ട്രോമാറ്റിക്കാണ്. ഓരോ ദിവസം ഇങ്ങനെ പണിക്ക് പോകാനായിട്ട് ഇറങ്ങുമ്പോൾ അവന് തിരികെ വന്നിട്ട് ടോയ്ലറ്റിൽ പോകേണ്ട ആവശ്യം വരുന്നു. കാരണം എപ്പോഴും നമ്മുടെ തലയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ റിഫ്ലക്റ്റ് ചെയ്യുന്ന എപ്പോഴും അബ്ഡമല്ല. പിന്നെ വരട്ടെന്നും പറഞ്ഞുകൊണ്ട് പോകുന്നു. അവിടെ ചെന്നിട്ട് ഒരു നിമിഷം കൂടി ഇങ്ങനെ ഭയം നിൽക്കുന്നു. പിന്നെ അയാളുടെ മേലധികാരിയുടെ മുറിയിൽ പ്രവേശിക്കുന്നു. എന്നിട്ട് കഴിഞ്ഞ 20 വർഷമായിട്ട് നടക്കുന്ന സംഭവം ഇന്നും അവിടെ നടക്കും. എന്താണത്? ലെഡ്ജറിൽ പേരെഴുതി ഒപ്പിടും. എന്നിട്ട് ലോകത്തുള്ള ഏതൊരു കീഴ്ജീവനക്കാരും സബോർഡിനേറ്റും തൻ്റെ മേലധികാരിയോട് പറയുന്ന പഴയ വാക്ക് അയാൾ പറയും. എന്താണത്? ഗുഡ് മോർണിംഗ് സർ. അപ്പം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന അവൻ്റെ മേലധികാരി ഇതിങ്ങനെ കൂട്ടനെടുക്കും തലകൊണ്ട്. കഴിഞ്ഞ 20 വർഷമായിട്ട് എല്ലാ പ്രഭാതത്തിലും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം അതാ. ഇന്നും ഞാൻ ഗുഡ് മോർണിംഗ് പറയും. അയാൾ തലവെട്ടിക്കുന്ന ഓർക്കുമ്പോഴേ ഇവനിങ്ങനെ പെരുവെല്ല് തൊട്ടിങ്ങനെ മരവിപ്പ് വരണം. ഞാൻ അവനോട് പറഞ്ഞു, എടാ അയാൾ കാണിക്കണം നെറുകേടാ. ഒരു ഗുഡ് മോർണിംഗ് പറയുമ്പോൾ തിരികെ ഒരു ഗുഡ് മോർണിംഗ് പറയാത്ത ഒരു മനുഷ്യൻ കാണിക്കുന്ന പരിപാടിയുടെ പേര് നെറുകേടെന്നല്ലാതെ വേറെ എന്താ പറയാൻ? പക്ഷെ അത് മാത്രമല്ല പ്രശ്നം. ഒരു അഭിവാദ്യം പറയുമ്പോൾ തിരികെ ഒരു അഭിവാദ്യം കിട്ടാത്തതിൻ്റെ പേരിൽ പരുക്കേൽക്കുന്നതിൻ്റെ ശക്തമായ അഹം. അതുകൂടി ചർച്ച ചെയ്യണം, അതുകൂടി ധ്യാനത്തിന് വിഷയമാക്കണം. വേണമെങ്കിൽ ഇവിടെ വെച്ച് പറയാൻ കൊള്ളാവുന്നൊരു വാക്കല്ല, എന്നാൽ പോലും ഒരു ചെറിയ മലയാള പദം കൊണ്ട് പരിഹരിക്കാവുന്ന പ്രശ്നമാണ് ഇത്. എന്താണത്? വെറുതെ കണ്ണുപൂട്ടിയിട്ട് പറയണം, പോ പുല്ലേ. അല്ലാതെ എന്താ പറയുക? ഗുഡ് മോർണിംഗ് പറയുമ്പോൾ തിരികെ ഗുഡ് മോർണിംഗ് പറയാത്തവരോട് പറയാനായിട്ട് മലയാളത്തിൽ ഇതിനേക്കാൾ നല്ല വാക്ക് വേറെ ഇല്ലല്ലോ. എന്നിട്ടും കഴിഞ്ഞ് 20 വർഷമായിട്ട് പോവില്ലെന്ന് പറയാൻ പോലും ധൈര്യമില്ലാതെ ഒരാൾ ജീവിക്കണ കാണുന്നില്ലേ? ചെറിയ പ്രായത്തിൽ കണ്ടൊരു നാടകമുണ്ട് കാവാലത്തിൻ്റെത്. ഗായകസംഘത്തിൻ്റെ കോറസ് ഇങ്ങനെയാണ്: അവനവൻ കടമ്പ പൊത്തോം പൊത്തോം, അവനവൻ കടമ്പ പൊത്തോം പൊത്തോ. ഓരോരുത്തരും തട്ടി വീണുകൊണ്ടിരിക്കണത് താനെന്ന് പറയുന്ന വലിയ കടമ്പത്. അതുകൊണ്ടാണ് ആരെങ്കിലുമൊക്കെ അവനോട് ചേർന്ന് നിൽക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അവരൊക്കെ ആദ്യം അവനവനിൽ നിന്ന് പുറത്ത് കടന്നു. യോഹന്നാൻ തൊട്ട ആൾക്കൂട്ടം പറയുകയാണ്,
ഇപ്പം നിന്നെ കേൾക്കാൻ ആരും വരുന്നില്ലല്ലേ? എല്ലാവരും കൂടി പോകുന്ന തച്ചച്ചെറുക്കൻ്റെ അടുക്കലേക്കാണല്ലോ. യോഹന്നാൻ എന്ത് പറഞ്ഞു? അതിനെന്താ, അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. അവൻ വളരുന്ന അളവിൽ നിങ്ങൾ കുറയുകയോ അല്ലെങ്കിൽ നിങ്ങൾ കുറയുന്ന അളവിൽ അവൻ വളരുകയോ ചെയ്യും. ഓപ്പോസിറ്റ് പ്രൊപ്പോർഷനാണ്, രണ്ടും കൂടി ഒരുമിച്ച് പോകത്തില്ല. പിന്നെ യോഹന്നാൻ സുവിശേഷകൻ, ഈ ദീർഘമായ സുവിശേഷത്തിൽ ഒരു 12 ഇടത്തെങ്കിലും അയാൾക്കാരുടെ പേരെഴുതാമായിരുന്നു അല്ലേ? എന്നിട്ടോ എങ്ങും അയാളുടെ പേരെഴുതിയിട്ടില്ല. അപ്പസ്തലന്മാരുടെ പട്ടിക എഴുതുമ്പോൾ പോലും അയാളുടെ പേരെഴുതിയിട്ടില്ല. പകരം ഉപയോഗിക്കുന്ന വാക്കെന്താണ്? ക്രിസ്തു സ്നേഹിച്ചിരുന്ന ശിഷ്യൻ. അത് 8B പ്രമോദ് പറയുകയാണ്, മിനി ടീച്ചർ സ്നേഹിക്കുന്ന കുട്ടി താനാണെന്ന് പറയുന്നതാണെങ്കിരിക്കും. ആർക്കറിയാം? 8Bക്കും അറിയാൻ പാടില്ല, മിനി ടീച്ചർക്കും അറിയാൻ പാടില്ല. കഷ്ടിച്ച് പ്രമോദിനൊരു ധാരണയുണ്ട്. അർത്ഥം എന്താണ്? ഹീ ഡിഡ് നോട്ട് വാണ്ട് ടു രജിസ്റ്റർ ഹിസ് നെയിം. ഇപ്പോൾ മൂന്നാമത്തെ അതാണ് ശക്തമായ അഹം. ഞാൻ ഭൂതങ്ങൾ ഉച്ചാരണം ചെയ്തിട്ടുണ്ട്, നിൻ്റെ നാമം പ്രഘോഷിച്ചിട്ടുണ്ട്. നാലാമതായിട്ട് ഒക്കെ ബാക്കിയുള്ളവർക്ക് വേണ്ടിയാണുള്ള തെറ്റിദ്ധാരണ. ഇതിൻ്റെയൊക്കെ ഫലം ആർക്കാണ് കിട്ടിയത്? നമ്മൾ ഏർപ്പെടുന്ന കാര്യങ്ങളിലൊക്കെ ഫലം ആർക്കാണ് കിട്ടുന്നത്? കേൾക്കുമ്പോൾ രസമാണ്, എല്ലാവരും പറയുന്നുണ്ട് തങ്ങളിങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചുകൊണ്ടിരിക്കുക. സൺഡേ സ്കൂൾ അധ്യാപകൻ മക്കളോട് പറയുന്ന കണക്കാ, മക്കളെ നമ്മൾ ഈ ലോകത്തിലായിരിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. ഇപ്പോൾ കുട്ടികൾ ചോദിക്കുന്നുണ്ട്, മാഷേ മറ്റുള്ളവർ പിന്നെ എന്നാ കോപ്പിന് വേണ്ടിയാണ്? അതുകൂടി പറ. കേൾക്കുമ്പോൾ നല്ല രസമാണ്. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ജീവിച്ച്, ഭാര്യയ്ക്ക് വേണ്ടി ജീവിച്ച്, വൈദികർ ഇടവകൾക്ക് വേണ്ടി ജീവിച്ചു. പക്ഷേ സ്വയം കണ്ടെത്താൻ നേരമില്ലാത്ത വിധത്തിൽ, പ്രകാശിക്കാൻ നേരമില്ലാത്ത വിധത്തിൽ അത്ര പ്രധാനപ്പെട്ടതല്ല ഈ മറ്റുള്ളവർ. ഇപ്പം നാലാമത്തതാണ്, ഈ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തുകൊണ്ടാണ് നമ്മളെ സഹായിക്കാത്തത്? ഗായക സംഘം നന്നായിട്ട് പാട്ട് പാടുന്നുണ്ട്. അവർ വിചാരിക്കുകയാണ് ഇതിനെ കുറേ കൂടി അനോയിൻറ്റഡ് ആക്കാനായിട്ട് ഈ ഗാനങ്ങൾ സഹായിക്കും. തർക്കമില്ല. പക്ഷെ അത് മാത്രമല്ല, നിരന്തരം കൺവെൻഷൻ ഗാനങ്ങൾ പാടിക്കൊണ്ടിരിക്കുന്ന ആ ചെറിയ അനുജന്മാരും അനിയത്തിമാരും കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ അവരുടെ ജീവിതത്തെ മ്യൂസിക്കലാക്കണം. അവരുടെ ജീവിതത്തിന് സംഗീതം ഉണ്ടാവും. അങ്ങനെയൊക്കെ പരിവർത്തനം ഉണ്ടാകും. അതുകൊണ്ടാണ് പൗലോസ് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ആ സുവിശേഷം പ്രഘോഷിച്ചില്ലെങ്കിൽ അടുത്ത വരി എന്താണ്? എനിക്ക് ദുരിതം. ഇത്രയും പ്രകാശമുള്ളൊരു സമൂഹത്തെ ഈ സന്ധ്യയ്ക്ക് ഞാൻ അഡ്രസ്സ് ചെയ്തില്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടാവും ഇത്തവണത്തെ കൺവെൻഷന്? ഒരു കുഴപ്പമുണ്ടാവില്ല. പക്ഷേ ഇത് പറഞ്ഞില്ലെങ്കിൽ ഇയാൾ എന്നാ ചെയ്യും? കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സുവിശേഷം വാസ്തവത്തിൽ സഹായിച്ചുകൊണ്ടിരിക്കുന്ന എന്നെയാണ്. കാരണം ഇങ്ങനെ ചില കാര്യങ്ങളുള്ളത് കൊണ്ട് ചില കാര്യങ്ങളൊക്കെ ഒന്ന് ചിന്തിക്കേണ്ട ഒരു ബാധ്യത വരുന്നു. കുറച്ചു നേരം നിശബ്ദതയിൽ സൂക്ഷിക്കേണ്ടതായിട്ട് വരുന്നു. ഉപയോഗിക്കുന്ന സെൽഫോൺ ഓഫ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. സത്യം പറഞ്ഞെന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സുവിശേഷം എൻ്റെ ചിന്തയ്ക്കും ജീവിതത്തിനുമാണ് കുറച്ച് മൂർച്ച തരുന്നത്. ആ സുവിശേഷം പ്രഘോഷിക്കൽ എനിക്ക് ദുരിതം. എൻ്റെ അർത്ഥം, നമ്മൾ ഏർപ്പെടുന്ന കാര്യങ്ങൾ എന്തുകൊണ്ടാണ് നമ്മളെ സഹായിക്കാത്തത്? നമ്മുടെ അറിവുകൾ എന്താ നമ്മളെ രക്ഷിക്കാത്തത്? ഇത് കുറച്ചൊരു വിഷമം പിടിച്ച ഉദാഹരണം കൊണ്ട് മനസ്സിലാവും. പൊതുവെ അമ്മമാർ പറയുന്ന ഇങ്ങനെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒത്തിരി ജീവിച്ച് മുലയൂട്ടി വളർത്തി, തർക്കമൊന്നുമില്ല. പക്ഷേ ഒരു വാദത്തിന് വേണ്ടി തിരിച്ചും പറയാം. എൻ്റെ ഒരു കൂട്ടുകാരിക്ക് 10 വർഷത്തിന് ശേഷമാണ് കുഞ്ഞുണ്ടായത്. അത്രയും വൈകി ആ കുഞ്ഞുണ്ടായത് കൊണ്ട് അവരാ കുഞ്ഞിന് വേണ്ടി നന്നായിട്ട് ഒരുങ്ങി. പക്ഷേ 9 മാസത്തിന് ശേഷം കുഞ്ഞിന് ജന്മം കൊടുത്തപ്പോൾ പിറന്നത് ഒരു മരിച്ചൊരു കുഞ്ഞാണ്. സ്റ്റിൽ ബോൺ, ചാപ്പിള്ളയാ. വിഷമം പിടിച്ച ഉദാഹരണം ഞാൻ പറഞ്ഞു. പിന്നീട് കാണുമ്പോൾ ആ സ്ത്രീ പറയുകയാണ്, ബോബി എൻ്റെ ചങ്കിൽ ഒരു അമ്മിക്കല്ലിരിക്കണം, എൻ്റെ ചങ്കിൽ ഒരു അമ്മിക്കല്ലിരിക്കണം. സ്ത്രീകൾക്കും സ്ത്രീകളെ ആദരിക്കുന്ന പുരുഷന്മാർക്കും അതിൻ്റെ അർത്ഥം മനസ്സിലാവും. ചെറിയ മക്കളെയൊക്കെ നമ്മുടെ വീട്ടിൽ വിട്ടിട്ട് മിഡിൽ ഈസ്റ്റിലൊക്കെ ജോലിക്ക് പോകുന്ന നമ്മുടെ അനിയത്തി കുഞ്ഞുങ്ങളോട് ചോദിക്കുക, അവർ പറഞ്ഞു തരും ചങ്കിൽ അമ്മിക്കല്ലിരിക്കുന്നതിൻ്റെ അർത്ഥം. കഴിഞ്ഞ 9 മാസമായിട്ട് ഈ പറക്കാൻ പോകുന്ന കുഞ്ഞിന് വേണ്ടി അമ്മയുടെ മാറ് മൃദുലമായി കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം മുലയുണ്ണാൻ കുഞ്ഞില്ല. അമ്മേനെ എന്നാ ചെയ്യും? ഇപ്പം അവൾക്കറിയാം, മുലയുണ്ണുന്ന വഴി അമ്മ കുഞ്ഞിനെ സഹായിക്കുക മാത്രമല്ല, മുലയൂട്ടുന്ന വഴി അമ്മ കുഞ്ഞിനെ സഹായിക്കുക മാത്രമല്ല, തിരികെ കുഞ്ഞമ്മയെ സഹായിക്കുന്നുണ്ട്. റെസിപ്രോക്കൽ നമ്മൾ പറയും. നമ്മൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മളെ എന്തുമാത്രം സഹായിക്കുന്നുണ്ട്. 5-ാമതായിട്ട് ആ ഭാഗം അവസാനിക്കുന്ന ഇങ്ങനെയാണ്, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എല്ലാം നകന്നു പോവുക, അനീതി പ്രവർത്തിക്കുന്നവരിൽ നകന്നു പോവുക. അപ്പം അതാണ് അതിൻ്റെ ഭരതവാക്യം. അനീതി പ്രവർത്തിക്കാൻ നകന്നു പോവുക.
എന്തുകൊണ്ടാണ് നമ്മുടെ ആത്മീയ ആന്തരിക ജീവിതം നമ്മളെ കുറേ കൂടി നീതിബോധമുള്ളവരാകാത്തത്? ബൈബിള് ഒരാൾക്ക് വേണ്ടി ചാർത്തിക്കൊടുക്കുന്ന ഏറ്റവും നല്ല പദങ്ങളിലൊന്നാണ് അയാൾ നീതിമാന. ഞാൻ ചിലപ്പോൾ ആലോചിക്കാറുണ്ട്, എന്നെ എങ്ങനെയായിരിക്കും എൻ്റെ കൂട്ടുകാർ അടയാളപ്പെടുത്താൻ പോവുക. ചിലപ്പോൾ കരുതിയേക്കും അയാൾ കുറച്ച് മനുഷ്യപ്പറ്റുള്ള ഒരാളാണ്, എമ്പതിയുള്ള ഒരാളാണ്. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. ഞാൻ കടന്നുപോയി കഴിയുമ്പോൾ എൻ്റെ സ്നേഹിതർ എന്നിങ്ങനെ വിലയിരുത്തണം, അയാൾ നീതിമാനായ ഒരു പുരോഹിതനായിരുന്നു. ജസ്റ്റ് പ്ലീസ് റൈറ്റസ്. നീതിമാനായ അപ്പൻ, നീതിമാനായ അമ്മ, നീതിമാനായ ഓട്ടോക്കാരൻ, നീതിമാനായ അധ്യാപിക. ആ വിശേഷണം അർഹിക്കുന്നുണ്ടോ എൻ്റെ ജീവിതം? നമുക്കറിയാം അഷ്ടഭാഗ്യങ്ങൾ. കുഞ്ഞുങ്ങളോട് ചോദിച്ചെന്നാൽ പച്ചവെള്ളം കണക്ക് പറഞ്ഞു തരും ആ 8 കാര്യങ്ങൾ. പക്ഷേ 8 കാര്യങ്ങളെന്ന് പറയുമ്പോഴും അതിനകത്ത് 7 കാര്യങ്ങളേ ഉള്ളേ. എന്താ അഷ്ടഭാഗ്യം എന്ന് പറയുന്നത്? ഒരുമിച്ച് ക്രിസ്തു പറഞ്ഞ കാര്യങ്ങളായിട്ടൊന്നും ആരും തെറ്റിദ്ധരിക്കരുത്. ഒരായുസ്സിൽ മുഴുവൻ ക്രിസ്തു പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും കൂടി ഇങ്ങനെ ഡിസ്റ്റിൽ ചെയ്തിട്ട് വാറ്റിയെടുത്തിട്ടുണ്ടാക്കിയതാണ് എന്താ അഷ്ടഭാഗ്യങ്ങൾ. അങ്ങനെയെങ്കിൽ ക്രിസ്തുവിൻ്റെ മൂല്യബോധത്തിൻ്റെ പട്ടിക ഏതാ? അതിനകത്ത് 7 കാര്യമേ ഉള്ളൂ. ഒരെണ്ണം റിപ്പീറ്റേഷനാണ്. എന്താണത്? നീതി. നീതിക്ക് വേണ്ടി വിശന്നവർ ഭാഗ്യവാന്മാർ. 2, നീതിക്ക് വേണ്ടി പീഡനമേറ്റവർ ഭാഗ്യവാന്മാർ. അതിൻ്റെ അർത്ഥം എന്താണ്? മൂല്യങ്ങളുടെ മൂല്യമാണെന്ത്? നീതിബോധം. ആ നീതിബോധം എവിടെ പോയി? വ്യക്തിപരമായിട്ട് സംഘാതമായിട്ടും വലിയ നീതിബോധം പുലർത്തുന്ന ഒരു സമൂഹത്തെ ഞാൻ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ദിവാനെതിരായിട്ട് ശബ്ദിക്കാൻ ധൈര്യമുണ്ടായിരുന്നവരാ. അടിയന്തരാവസ്ഥ തെറ്റാണെന്ന് പറയാൻ ധൈര്യമുണ്ടായിരുന്നൊരു സഭ. അതിൻ്റെയൊക്കെ പൊടിപ്പുകളെന്ന നിലയിൽ സ്വയം ചോദിക്കണം, എന്തുമാത്രം നീതിബോധം നമ്മൾ പുലർത്തുന്നുണ്ട്? എന്താ നീതി എന്നൊക്കെ പറയുന്നത്? ഈ അർഹതയുള്ള കാര്യങ്ങൾ ഉറപ്പിക്കുന്ന പ്രക്രിയയുടെ പേരാണെന്ത്? നീതി. ഗീവ് എവരി വൺ ഇസ് ഡ്യൂ. അതൊക്കെ കൃത്യമായിട്ട് കൊടുക്കണുണ്ടോ? ഉദാഹരണത്തിനായിട്ട് നിങ്ങളുടെ വയോധികരായ മാതാപിതാക്കന്മാർക്ക് ചൂട് കഞ്ഞി അർഹതപ്പെട്ടതാണ്. പലപ്പോഴും സംഭവിക്കുന്ന വീടിനകത്ത് ഇങ്ങനെ അവസാനം നമ്മളിങ്ങനെ പ്രായമാർക്ക് വേണ്ടി ഇത്തിരി കഞ്ഞിയൊക്കെ എടുത്ത് കൊടുക്കുക. പക്ഷെ ഇങ്ങനെ തണുത്തു തുടങ്ങിയ കണ്ഠങ്ങളാന്നേ, അതിലേക്ക് ഇത്തിരി ചൂട് കഞ്ഞി തന്നെ പുണ്യം. അപ്പം ആദ്യമേ അതങ്ങ് എടുത്തു കൊടുത്താലോ? ഇല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടുകാരിക്ക്, നിങ്ങളുടെ സഹധർമ്മിണിക്ക് നിങ്ങളുടെ ലിസണിങ്, ശ്രദ്ധ അർഹതപ്പെട്ടതാ. സ്ത്രീയുടെ അങ്ങനെ ഒരു ആവശ്യം പലപ്പോഴും പുരുഷൻ കാണാതെ പോകുന്നുണ്ട്. ഈ കേൾക്കപ്പെടാനുള്ള ആഗ്രഹം. എത്ര കുറച്ചാ നിങ്ങൾ നിങ്ങളുടെ സ്ത്രീയെ കേൾക്കുന്നത്? അവൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തുടങ്ങുമ്പോൾ നമ്മൾ പറയുന്നു, നീ അധികം വിസ്തരിക്കേണ്ട, നീ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. സ്ത്രീയുടെ ഈ ആവശ്യം നന്നായിട്ട് മനസ്സിലാക്കിയ ഒരാൾ നസ്രത്തിൽ യേശുവ. കാരണം ഈ വേദപുസ്തകത്തിൽ ഏറ്റവും ദീർഘമായൊരു സംഭാഷണം ഒരു സ്ത്രീക്കും അവനുമിടെ നടന്ന എവിടെയാണത്? സമരിയായിലെ കിണറിൻ മുക്കിൽ. എത്ര കാലമായി അവളെ കേട്ടിട്ട്? ഇല്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങളുടെ സന്ധ്യ അവകാശപ്പെട്ടതാ. കാരണം ആ സന്ധ്യകളിൽ നമ്മൾ കൂടെ ഇരുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതസന്ധികളിൽ ഈ കുഞ്ഞുങ്ങൾ വേണമെന്ന് ചടിക്കിച്ച് വല്ല കാര്യമുണ്ട്. ആ സമയത്ത് അരണ്ട വെളിച്ചമുള്ള ഇടങ്ങളിൽ മദ്യക്കോപ്പം മോന്തിയും ചങ്ങാതിമാരോടൊത്ത് സ്വറ പറഞ്ഞുമൊക്കെ ഇരുന്നിട്ട് പിന്നെ കുഞ്ഞുങ്ങൾ നമ്മളോടൊപ്പം നിൽക്കണം എന്ന് പറഞ്ഞാൽ കഷ്ടമല്ലേ? ഗീവ് എവരി വൺ ഹിസ് ഡ്യൂ. പഞ്ചത ഇല്ലാതെ പോകുന്ന നീതിബോധം. അടുത്തിടെ എന്തെങ്കിലുമൊക്കെ ഈ നീതിയുടെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരുടെ ഒരു ഒരുമ കോഴിക്കോട് ഒരിടത്ത് വെച്ച് നടന്നു. എന്നെ സങ്കടപ്പെടുത്തിയ കാര്യം ഇതാണ്, ഇങ്ങനെ പേരിന് പോലും ഒരു ക്രൈസ്തവ നാമധാരിയില്ല. പേരിന് പോലും. എവിടെ പോയി ഈ നീതിബോധമുള്ള നമ്മുടെ മക്കൾ? എവിടെ പോയി? ഒരു റിട്രീറ്റ് സെൻ്ററിലാണ് ഞാൻ നിൽക്കുന്നത്. അവിടെ ഇങ്ങനെ ഒരു 5 ദിവസത്തെ ധ്യാനം കഴിഞ്ഞിട്ട് പോകുന്ന ചെറുപ്പക്കാരൻ്റെ മുറി വന്നിട്ട് പറഞ്ഞു, വെച്ചാൽ ഞാൻ 5 ദിവസം ചില കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഒരു കാര്യം തീരുമാനിച്ചു. എന്താണത്? വീട്ടിൽ അമ്മ കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ തളർന്ന് കിടപ്പുണ്ട്. കുറച്ച് ദാരിദ്ര്യമൊക്കെ ഉള്ളതുകൊണ്ട് അമ്മയുടെ കാര്യമായിട്ട് ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല. എന്തായാലും ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. എന്താണത്? അമ്മയ്ക്ക് ഇനി എത്ര ദിവസം ഉണ്ടെന്ന് അറിഞ്ഞുകൂടാ. എത്ര ദിവസം ഉണ്ടെങ്കിലും മരിക്കോളം അമ്മയെ മഹാറാണിയെ നോക്കണക്ക് നോക്കാച്ച. എന്നിട്ട് കണ്ണു തുടച്ച് ഇങ്ങനെ മുണ്ടും മടക്കി പുറത്തേക്ക് പോവുകയാണ്. മരിക്കുവോളം അമ്മയെ മഹാറാണിയെ നോക്കണക്ക് നോക്കാം. അങ്ങനെ പറഞ്ഞ് പുറത്തേക്ക് പോകുന്ന ചെറുപ്പക്കാരൻ ചുമട്ടുതൊഴിലാളിയായ മകൻ പറയണം, അമ്മയെ മഹാറാണിയെ കണക്ക് നോക്കാം. ആ മനുഷ്യൻ്റെ പേരാണ് എന്ത്? സ്പിരിച്വൽ ബീങ്. അതാണ് കൃത്യമായ ആത്മീയ മനുഷ്യൻ.
അപ്പം ഇങ്ങനെ 5ഓളം പ്രശ്നങ്ങളുണ്ട് ഇതിനകത്ത്. ഒന്ന്, നമ്മൾ ചെയ്യുന്നത് മാത്രമാണ് നമ്മളെന്ന് തെറ്റിദ്ധാരണ. 2, ഈ ചെയ്യുന്ന കാര്യങ്ങൾക്ക് പേരിൽ ഇങ്ങനെ കണ്ണ് നനയണില്ല, വെറ്റ് ഐസ്. എത്ര കാലമായി ഓരോ കാര്യങ്ങൾ ഏർപ്പെട്ടപ്പോൾ ഈ കണ്ണ് നനഞ്ഞിട്ട്. 3, ശക്തമായ അഹം. 4, ഒക്കെ ബാക്കിയുള്ളവർക്ക് വേണ്ടിയാണുള്ള തെറ്റിദ്ധാരണ. 5, ഇല്ലാതെ പോകുന്ന നീതിബോധം. ആട്ടെ, ഇങ്ങനൊരു മെലങ്കോളിക് വിഷമം പിടിച്ച വിചാരം പറഞ്ഞ് അവസാനിപ്പിക്കാൻ പാടില്ല. കാരണം ഇത് സുവിശേഷ പന്തല. സുവിശേഷം എന്ന് പറയുന്നത് നല്ല കാര്യം പറയുക, പ്രതീക്ഷ പറഞ്ഞു കൊടുക്കുന്ന വിളിക്കുന്ന വാക്കാണ് എന്താ സുവിശേഷം. ഞാൻ ഇതിനൊന്ന് മാറ്റി പറയുകയാണ്. അല്ല, നിശ്ചയമായും അവിടെ നിങ്ങളെ തിരിച്ചറിയും. തർക്കമൊന്നുമില്ല കേട്ടോ. യാത്രയുടെ ഒടുവിൽ അവിടുത്തെ അങ്കണത്തിലെത്തുമ്പോൾ അവിടെ നിങ്ങളെ തിരിച്ചറിയും. കാര്യം പറഞ്ഞു വരുമ്പോൾ 30,000 ദിവസങ്ങളുടെ കേസ് കെട്ടായി ജീവിതമേ. 80നെ 365 ഗുണിച്ചാൽ കിട്ടുന്ന 30,000-ലും താഴെയാണ്. നിങ്ങളുടെ കുട്ടികളൊക്കെ പ്രൊഫഷണൽ കോഴ്സിന് പഠിക്കുന്നുണ്ടെങ്കിൽ അവനോ അവൾക്കോ കൊടുക്കേണ്ട ഒരു സെമസ്റ്റർ ഫീസ് പോലും അല്ല എന്താ 30,000. അപ്പം ആകപ്പാട് അക്കൗണ്ട് ബുക്കിൽ 30,000 ദിവസങ്ങളുള്ള മനുഷ്യരെ ഒന്ന് വിചാരിച്ചോളണം, ഈ 30,000 ദിവസങ്ങളുടെ ഒടുവിൽ എനിക്ക് എന്നാ സംഭവിക്കും? വാട്ട് വിൽ ഹാപ്പൻ ടു മീ ആഫ്റ്റർ സ്പെൻഡിങ് ദിസ് 30,000 ഡേയ്സ്? നമ്മൾ കാലാകാലങ്ങളായിട്ട് ഈ കൺവെൻഷൻ പന്തലിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? അന്ന് നമ്മൾ അവൻ്റെ മുഖം ദർശിക്കുന്നു. അപ്പോൾ അവൻ നമ്മളെ അറിയും, നിശ്ചയമായിട്ട് അറിയും കേട്ടോ. എന്താണ് ഈ അറിയാനുള്ള മാനദണ്ഡം എന്ന് വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കുക. അറിയാനായിട്ട് ഒറ്റ മാനദണ്ഡമേ ഉള്ളൂ. ചില പൊതു ഇടങ്ങൾ ഉണ്ടാക്കിയെടുക്കുക, സമാനതകൾ ഉണ്ടാക്കിയെടുക്കുക, പാരസ്പര്യം ഉണ്ടാക്കിയെടുക്കുക. കാരണം അങ്ങനെയുള്ളവർക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. പക്ഷെ 2 പേർക്ക് തമ്മിൽ തിരിച്ചറിയണമെങ്കിൽ അവർക്കിടയിൽ എന്തെങ്കിലും ഒരു പൊതുഘടകം ഉണ്ടാവണം, എ കോമൺ കോമ്പണൻറ്റ്. ഒരു പെൺകുട്ടിയുടെ ഭർത്താവ് പട്ടാളത്തിൽ കൊല്ലപ്പെട്ടു. ഒരാൾക്ക് അവളെ ആശ്വസിപ്പിക്കാൻ പറ്റണില്ല. അവളിങ്ങനെ വല്യമായി നിലവിളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അവളുടെ ക്യൂൻ വിക്ടോറിയ ആണെന്ന് എൻ്റെ ഓർമ്മ, ഇവളെ കാണാനായിട്ടെത്തി. എന്നിട്ട് ഈ ചെറിയ മകളെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, കൊച്ചേ, ഞാനും ഒരു വിധവയാണ്. അപ്പോൾ അവളിങ്ങനെ ഈ സ്ത്രീ മഹതിയെ നോക്കി, എന്നിട്ട് പതുക്കെ തൻ്റെ ശിരസ് അവരുടെ നെഞ്ചോട് ചേർത്ത് കടന്നു. സ്വസ്ഥയായി. എന്താ എൻ്റെ സൂചന? ഒരു വിധവയ്ക്ക് വേറൊരു വിധവയെ മനസ്സിലാവും, വേറെ ആർക്കും അല്ല കേട്ടോ. അവരുടെ മക്കൾക്ക് പോലും അല്ല. മക്കൾക്ക് ആപ്പാടെ മനസ്സിലാവുന്ന ഒരൊറ്റ കാര്യമാണ്, അമ്മയോടൊപ്പം ഇപ്പം അപ്പയില്ല. അമ്മയോടൊപ്പം ഇപ്പം അപ്പയില്ലാത്ത എൻറ്റിറ്റി അല്ല വൈധവ്യം, അതിനൊക്കെ കഠിനം, അസങ്കീർണമാണ്. അപ്പം ഇങ്ങനെ ഒരേപോലെ നിൽക്കുന്നവർക്ക് നന്നായിട്ട് മനസ്സിലാവും. അങ്ങനെയെങ്കിൽ നസ്രത്തിൽ യേശുവിനും എനിക്കുമിടയിൽ മനസ്സിലാകണമെങ്കിൽ ഒരു 3 സൂചനകൾ എടുത്താൽ നല്ലതാണ്. 1, ഒരേപോലെ പരിക്കേറ്റിൻ്റെ അടയാളം. പഞ്ചക്ഷതങ്ങളുണ്ട്. 2 കരങ്ങളിൽ, 2 പാദങ്ങളിൽ, 1 വിലാവിൽ. ഉയർപ്പിക്കപ്പെട്ടിട്ടും അവനത് കൊണ്ട് നടക്കുന്നുണ്ട്. തോമസിനെയൊക്കെ കാട്ടുന്നുണ്ടല്ലേ, വന്നെൻ്റെ ക്ഷതങ്ങൾ കാണാം. അപ്പോൾ ഒന്നതാണ്, ഒരേപോലെ പരിക്കേറ്റിൻ്റെ അടയാളമുണ്ട്. അതെനിക്ക് ഉറപ്പാണ്. ഇവിടെ ഇരിക്കുന്ന ഈ മുഴുവൻ പേരുടെയും ചങ്കിലുണ്ട് ചില പരിക്കേറ്റിൻ്റെ അടയാളം, ഒരു തർക്കവും ഇല്ല. അപ്പോൾ 1ാമത്തെ ടെസ്റ്റ് പാസ്സായി. കാരണം സാത്താൻ ഈ മനുഷ്യനെ പറ്റിക്കുന്നേ, അവൻ നമ്മളെ പറ്റിക്കുന്ന ചങ്ങാതിയായിട്ട് വന്നിട്ടാണ്. അവൻ നമ്മുടെ ചരിത്രത്തിലേക്ക് വരുന്നത് പോലെ ഇങ്ങനെ ചങ്ങാതിയായിട്ട് വേഷം കെട്ടിയാ. ആട്ടെ, സാത്താൻ ഇങ്ങനെ ക്രിസ്തുവായിട്ടൊക്കെ വേഷം കെട്ടി വന്നാൽ എന്നാ ചെയ്യും? ശകലം താടിയും മുടിയൊക്കെ വളർത്തി ചുവന്ന അങ്കിയൊക്കെ ഇട്ട് വന്നാൽ എന്നാ ചെയ്യും? അവനെ പുറത്തു കൊണ്ടുവരുന്ന വളരെ എളുപ്പമാണ്. അവനോട് പറയണം, ചേട്ടായി നിങ്ങളുടെ 5 മുറിവൊന്ന് കാണിച്ചു തരാമോ? 2 പാദങ്ങളിൽ, 1 വിലാപ്പുറത്ത്, 2 ഈ കരങ്ങളിൽ. അയാൾ എവിടുന്ന് കാണിക്കാനാ? അല്ലേ തന്നെ എന്തെങ്കിലും മുറിവ് ഉടലിലോ മനസ്സിലോ കൊണ്ട് നടക്കുന്ന ആളുടെ പേര് സാത്താൻ എന്നാണോ? അത് പാടില്ലെന്ന് പറയുന്നവരുടെ പേരാണെന്ത്? സാത്താൻ. ക്രിസ്തു പറയുകയാണ്, മനുഷ്യപുത്രന് ഒത്തിരി പീഡാനുഭവങ്ങളിൽ കടന്നു പോകേണ്ടതായിട്ട് വരും. അപ്പോൾ പത്രോസ് എന്നാ പറഞ്ഞു? നിനക്കത് സംഭവിക്കാതിരിക്കട്ടെ. അപ്പോൾ യേശുവിനെ വിളിച്ച വാക്കാണെന്ത്? സാത്താനെ. എൻ്റെ അർത്ഥം എന്താണ്? പരിക്കേൽക്കരുന്ന് പറയുന്ന ആളുടെ പേരാണെന്ത്? സാത്താൻ. അപ്പോൾ അയാൾ എവിടെ നിന്ന് ഇത് കാണിച്ചു തരിക? പൊളിപ്പിച്ച് വെച്ച വാലിങ്ങനെ പുറത്തേക്ക് നീട്ടി താഴ്ത്തി വെച്ച കൊമ്പ് വാനോളം ഉയർത്തി അയാൾ നമ്മളെ കൊഞ്ഞനം കാട്ടി ഓടിപ്പോവും. അപ്പം അത്രയേ ഉള്ളൂ ഇയാളെ പുറത്തു കൊണ്ടുവരാനുള്ള മാർഗം. അപ്പോൾ ശരീരത്തിൽ 5 മുറിവുണ്ടോ? പഞ്ചക്ഷതമുണ്ടോ? എന്താ ഈ പഞ്ചക്ഷതമെന്ന് കൃത്യമായിട്ട് അറിയണമെങ്കിൽ ഒരു കാര്യം കൂടി പറഞ്ഞു തരാം. ഒരു 40 വയസ്സിന് മീതെ ഉള്ളവരെ അവരുടെ മാതാപിതാക്കന്മാർ ഇവിടെ വരാനുള്ള സാധ്യത തീരെ കുറവാണ്. കഞ്ഞിയൊക്കെ കുടിച്ച് ഇത്തിരി നേരത്തെ അവർ കടന്നിട്ടുണ്ടാവും. ഈ കൺവെൻഷൻ കഴിഞ്ഞ് ചെന്നിട്ട് പതുക്കെ അവരുടെ കട്ടിലിൻ്റെ അടുക്കൽ പോയിരിക്കണം. ലൈറ്റ് ഇടരുത്. എന്നിട്ട്
കണ്ണ് പൂട്ടിയിട്ട് ഒന്ന് പ്രാർത്ഥനാപൂർവം ഈ കൈ ഇങ്ങനെ കാലിൻ്റെ പെരുവിരൽ തൊട്ടിങ്ങനെ ഓടിക്കണം. ഇങ്ങനെ പെരുവിരൽ തൊട്ട് ഓടിച്ചോടിച്ചോടിച്ച് ഈ കാൽമുട്ടിൻ്റെ അവിടെ വരുമ്പോൾ മുമ്പോട്ട് പോകുന്നില്ല. എന്താ കാര്യം? കട്ടിത്തഴമ്പ. കുറേ അധികം സംവത്സരങ്ങൾ നിങ്ങൾക്കും ഉറ്റവർക്കും വേണ്ടി മുട്ടുമെന്നുണ്ടായ തഴമ്പ. പിന്നെയും മുമ്പോട്ട് പോകുമ്പോൾ ചുളിഞ്ഞ തൊലി, കുഴിഞ്ഞ കണ്ണ്, മറഞ്ഞു പോകുന്ന ഓർമ്മ. ആരാ? അപ്പം ഞാനാ. നീ എന്ന് വെച്ച ഇതാണ് പഞ്ചക്ഷതം. ഇങ്ങനെ കണ്ണ് പൂട്ടി തപ്പിയാൽ കിട്ടും. പതതാ അത് എല്ലാവരുടെയും ശരീരത്തിൽ മനസ്സിലുണ്ട് കേട്ട, പല അളവിൽ, ഈ ചെറിയ മക്കളുടെയൊക്കെ ഒഴിവേ. രണ്ടാമതായിട്ട് ഒരേ ഭാഷ. രണ്ടുപേർക്കിടയിൽ മനസ്സിലാവണമെങ്കിൽ അവരുടെ ഭാഷ ഒന്നായിരിക്കണം. അന്യനാട്ടിൽ ചെന്ന് പെട്ടുപോയി. ആ നാടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, അവർക്കിങ്ങനെ ഇംഗ്ലീഷിനോട് ഭയങ്കര കലിപ്പാണ്. നമ്മൾ ഇംഗ്ലീഷിൽ എന്തെങ്കിലുമൊക്കെ ചോദിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവരതിന് ഉത്തരം തരത്തില്ല. നമ്മുടെ കാര്യം ഏതാണ്ട് പരുങ്ങലിലായി. അങ്ങനെ ഇത്തിരിയൊക്കെ ഒന്ന് വിഷമിച്ച് ഒരിടവഴിയിലൂടെ നടക്കുമ്പോൾ ഒരു 2 നില കെട്ടിടത്തിന് മുകളിൽ നിന്ന് ഒരാൾ കുറേ നേരമായിട്ട് നോക്കുന്നുണ്ട്. തെല്ല് മുമ്പോട്ട് പോയപ്പോൾ അയാൾ കൊട്ടി. എന്നിട്ട് പറഞ്ഞു, നിക്ക്, നിങ്ങൾ മലയാളിയാണോ? ഞാൻ ഉഴവൂറുകാരനാണ്. ദൈവമേ, അപ്പോൾ ഉണ്ടായ സന്തോഷം ഇത് പറയുമ്പോൾ പോലും ഉണ്ട്, ഇപ്പം പോലും കിട്ടുന്നുണ്ട്. കാരണം അന്യദേശത്ത് വെച്ച് സ്വന്തം ഭാഷ കേൾക്കാന്ന് പറഞ്ഞ കൊച്ചു കാര്യമല്ല. രണ്ടാമത് ഇതാണ്, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഭാഷ അവൻ്റെ ഭാഷയാണോ? ആർ വി സ്പീക്കിംഗ് ഹിസ് ലാംഗ്വേജ്? അവൻ്റെ ഭാഷയുടെ പേര് സുവിശേഷം എന്നാണ്. നമ്മുടെ ഭാഷ സുവിശേഷം. സുവിശേഷം എന്ന് പറയുമ്പോൾ ഈ പുസ്തകത്തിലുള്ള കാര്യങ്ങൾ മാത്രമല്ല കേട്ട, നമ്മൾ അനുദിന ജീവിതത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും സുവിശേഷമാണ്. സാരമില്ല, പോട്ട, വിട്ടുകള, ഞാനിതൊക്കെ എന്നെ മറന്നു, ഇതിൻ്റെ പേരാ സുവിശേഷം. ഈ പദങ്ങളൊക്കെ എവിടെ പോയി? സാരമില്ലെന്നൊക്കെ പദമൊക്കെ എവിടെ പോയി? ഭാഷയിൽ നിന്ന് ഇപ്പോൾ ഇല്ലാതെ പോണ പദങ്ങളാണ്. എക്സ്റ്റിങ്വിഷിങ് സ്പീഷീസ് എന്നൊക്കെ നമ്മൾ പറയും. അത് കണക്ക് ഇങ്ങനെ ഭാഷയിലും ചില വാക്കൊക്കെ ഇല്ലാതെ പോകുന്നു. പോട്ട, സാരമില്ല, വിട്ടുകള. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു മകൻ അവൻ്റെ CA പരീക്ഷ ഇത്തവണയും തോറ്റു. 30 വയസ്സ് കഴിയുന്നുണ്ട്. ഓരോ പ്രാവശ്യം ഇങ്ങനെ തോറ്റ് കഴിയുമ്പോൾ അവൻ്റെ 80 വയസ്സിനോട് അടുപ്പമുള്ള അവൻ്റെ അപ്പൻ അവനിങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയും, സാരമില്ല കുട്ട, ഒരു പരീക്ഷ തോറ്റു, അതിനകത്ത് എന്താ കുഴപ്പം? തോട്ടന്നെ. ഇത്രയും കൃത്യമായിട്ട് ഈ അപ്പനെയും മകനെയും കുറിച്ച് പറയാൻ കാരണം ഇതെൻ്റെ അപ്പനും എൻ്റെ അനുജനുമായതുകൊണ്ടാണ്. മാതാപിതാക്കന്മാരൊക്കെ കടന്നുപോയി കഴിയുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ സങ്കടം ഇതാ, സാരമില്ലെന്ന് പറയാൻ നമുക്ക് ഭൂമിയിൽ ഇപ്പോൾ ആരുമില്ല. രണ്ടതാണ്, പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഭാഷ അവൻ്റെതാണോ? അല്ല, ചെറിയ മക്കൾ ഉപയോഗിക്കുന്ന ഭാഷ എന്ത് ശുദ്ധിയില്ലാത്ത ഭാഷ. ഒരു പെൺകുട്ടിയെ പരാമർശിക്കാൻ, സ്ത്രീയെ പരാമർശിക്കാനായിട്ടൊക്കെ ഈ മക്കൾ ഉപയോഗിക്കുന്ന ഭാഷ. മുതിർന്നവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഭാഷയ്ക്ക് വിനയമില്ല, ഒഡോസിറ്റിയാ, ധാഷ്ട്യം, കൊടിയ ധാഷ്ട്യം. രണ്ടിതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഭാഷ അവൻ്റെയാണ്. 3 ഒരേ അവബോധം. പൗലോസിൻ്റെ ഭാഷയിൽ ക്രിസ്തുവിനുണ്ടായിരുന്ന മനോഭാവം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ. ഒരു കുഞ്ഞു സംഭവം പറഞ്ഞിട്ട് ഈ കാര്യങ്ങൾ വളരെ വേഗത്തിൽ ക്രോഡീകരിച്ച് പ്രാർത്ഥനയാക്കാം. ശ്രീരാമകൃഷ്ണ പരമഹംസൻ്റെ അവസാനത്തെ ദിനങ്ങളാണ്. തൊണ്ടയിൽ അർബുദം പിടിപെട്ടിട്ടുണ്ട്. ഒരിട്ട് വെള്ളം ഇറക്കാൻ പറ്റണില്ല. പദത്തിൻ്റെ ഉപാസകർ അദ്ദേഹത്തോട് പറഞ്ഞു, ഗുരുജി അങ്ങ് പ്രാർത്ഥിക്കുക. ഒന്നിനും വേണ്ടിയല്ല, ഒരു വെള്ളം ഇറക്കാനുള്ള സ്വസ്ഥതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ശരി, പ്രാർത്ഥിക്കാം. എന്നിട്ട് കണ്ണുപൂട്ടി ധ്യാനത്തിലേക്ക് വഴുതിപ്പോയി അവിടുന്ന് ഞെട്ടി എണീക്കണ വാവിട്ട് കരഞ്ഞുകൊണ്ടാണ്. അത്ഭുതകരമായ എന്തോ ഒന്ന് സംഭവിച്ചതായിട്ട് അദ്ദേഹത്തിൻ്റെ ഉപാസകർക്ക് തോന്നി. അവർ പറഞ്ഞു, ഗുരുജി അങ്ങേക്ക് സൗഖ്യം കിട്ടിയതായിട്ട് ഞങ്ങൾ കരുതിക്കോട്ടെ. അത് പറഞ്ഞു, ഇല്ല, സൗഖ്യമൊന്നും കിട്ടിയില്ല. ഞാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുകയായിരുന്നു, ഭഗവാനെ ഒരിട്ട് വെള്ളമിറക്കാനുള്ള സ്വസ്ഥത. അപ്പോൾ ഭഗവാനോട് ചോദിച്ചു, രാമകൃഷ്ണ, ആരാ നിൻ്റെ ചുറ്റിനും നിൽക്കുന്നത്? എൻ്റെ ഉപാസകര. അവർ ഭക്ഷിക്കുന്നുണ്ടോ? ഉണ്ട്. പാനം ചെയ്യുന്നുണ്ടോ? ഉണ്ട്. ശ്വസിക്കുന്നുണ്ടോ? ഉണ്ട്. നടക്കുന്നുണ്ടോ? ഉണ്ട്. രാമകൃഷ്ണ, അവരിലൂടെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ശ്വസിക്കുകയും സഞ്ചരിക്കുകയും ഒക്കെ ചെയ്യുന്നത് നീ തന്നെയാണല്ല. പിന്നെ നിനക്കെന്തിനാടാ സൗഖ്യം? രാമകൃഷ്ണ, അവരിലൂടെ വ്യാപരിക്കണ നീ തന്നെയാണല്ല, ശ്വസിക്കണ നീ തന്നെയാണല്ല. പിന്നെ ഞാൻ ഒരു വരി മുമ്പോട്ട് വായിച്ചിട്ടില്ല. കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞൊഴുകുമ്പോൾ എങ്ങനെയാണ് പുറത്തൊക്കെ വായിക്കുക? ഇപ്പം പ്രശ്നം ഇത്രയേ ഉള്ളൂ, നമ്മൾ നമസ്കരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ നമ്മളിലൂടെ എന്താ ജീവിക്കാത്തത്?
കുറച്ച് നാളുകൾക്ക് മുമ്പ് ടി വിയിൽ ഇങ്ങനെ ഒരു പ്രഭാഷണത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഈ സംഭവം പറഞ്ഞു. ഒരു നവംബറിലാണ് പറഞ്ഞത് എൻ്റെ ഓർമ്മ. ജനുവരി പകുതിയായപ്പോൾ ഒരമ്മ വിളിച്ചിട്ട് പറഞ്ഞു, ടി വിയിൽ ഇങ്ങനെയൊക്കെ ഗുരുവിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു. പറഞ്ഞിരുന്നു. എന്താ അമ്മ? അല്ല, ഞങ്ങളത് നന്നായിട്ട് ശ്രദ്ധിച്ചു. എന്താ കാര്യം? വീട്ടിൽ അപ്പയ്ക്കും തൊണ്ടയ്ക്ക് അർബുദമാണ്. എന്നിട്ടോ ആ ക്രിസ്മസിന് അദ്ദേഹം പറഞ്ഞു, ഇത്തവണ കിട്ടാവുന്ന മുഴുവൻ മീൻതരങ്ങളും വാങ്ങണം, മാംസം വാങ്ങണം, എന്നിട്ട് നമുക്ക് വലിയൊരു ഊണുണ്ടാക്കണം, വിരുന്നുണ്ടാക്കണം. ഞങ്ങൾ പറഞ്ഞു, വേണ്ട, അപ്പയ്ക്ക് കഴിക്കാൻ പറ്റാത്ത ഒന്നും ഈ വീടിനകത്ത് ഞങ്ങൾ വെക്കില്ല. അദ്ദേഹത്തിന് തൊണ്ടയിൽ പ്രശ്നമുണ്ടെന്ന് അറിഞ്ഞ നാളെ തൊട്ട് വീട്ടിൽ പച്ചക്കറി മാത്രമേ വെച്ചിട്ടുള്ളൂ. ഇത്തവണയും പച്ചക്കറി ക്രിസ്മസ് തന്നെ മതി. അപ്പോൾ അദ്ദേഹം ഞങ്ങളെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതിനെന്താ, നിങ്ങളിലൂടെ ഭക്ഷിക്കുന്നത് ഞാൻ തന്നെയല്ലേ. ഇതായിരുന്നു ഞങ്ങളുടെ അവസാനത്തെ ക്രിസ്മസ്. ആദ്യത്തെ ആളുടെ പേര് രാമകൃഷ്ണ പരമഹംസൻ, രണ്ടാമത്തെ ആളുടെ പേര് മൂക്കന്നൂരിലെ അങ്കമാലിക്കടുത്തൊരു സ്ഥലമാണ് ജോർജ് ഏട്ടൻ. ആദ്യത്തെ ആൾ ഇത്രയും പ്രകാശമുള്ളൊരു മനുഷ്യന് ഭാരതം ജന്മം കൊടുത്തിട്ടില്ല. വിവേകാനന്ദയുടെ 150-ാം വാർഷികം ഒക്കെയാണ്. പക്ഷേ വിവേകാനന്ദയുടെ ഗുരുവാണ് പരമഹംസൻ. ഒരു 4 മടങ്ങെങ്കിലും അദ്ദേഹത്തെക്കാൾ പ്രകാശമുള്ള ആൾ. രണ്ടാമത്തെ ആൾ കൃഷിക്കാരനാണ്. എന്നിട്ടും രണ്ടുപേരും ഒരേപോലെ സംസാരിക്കുന്നു. വിജ്ഞാനികളിൽ നിന്നും വിവേകികളിൽ നിന്നും മറച്ചു വെച്ച കാര്യങ്ങൾ തമ്പുരാൻ ഇപ്പോഴും തൻ്റെ കുഞ്ഞു മക്കൾക്കും ഗ്രാമീണർക്കും വെളിപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ആമേൻ. ഇപ്പം 3 അതാണ്. നമ്മൾ നമസ്കരിക്കുന്ന ഒരാൾ നമ്മളിലൂടെ എന്താ ജീവിക്കാത്തത്? നമ്മൾ വിളിക്കുന്ന വാക്കാണെന്ത്? സെയിം കോൺഷ്യസ്നസ്. സെയിം കോൺഷ്യസ്നസ്. അവൻ്റെ അവബോധം തന്നെയാണോ നമ്മൾ പുലർത്തുന്നത്? അതുകൊണ്ടാണ് കൊളോസ്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് 1-ാം അധ്യായം 26-ഉം 27-ഉം വാക്യം ഈ രാത്രി ഒന്ന് വായിച്ചേക്കണം. എന്താണത്? യുഗയുഗാന്തരങ്ങളായി മറച്ചു വെച്ച ഒരു നിഗൂഢത അവസാന കാലങ്ങളിൽ തൻ്റെ വിശുദ്ധർക്ക് വെളിപ്പെടുത്തി കൊടുക്കാൻ അവിടെ തീരുമാനിച്ചു. ഇതാ വിശുദ്ധരാ, ഇരിക്കണവരാ. ആദിമ ക്രൈസ്തവർ തങ്ങളെ തന്നെ വിളിച്ചിരുന്ന വാക്കാണെന്ത്? വിശുദ്ധർ. ക്രിസ്ത്യൻസ് യൂസ് ടു അഡ്രസ് ദംസെൽഫ് ആസ് സെയിൻസ്. ഇതാ സെയിൻസ്. അവരോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്ന കാര്യം എന്താണ്? അത് ശ്രദ്ധിക്കണം. അടുത്ത വരി ഇതാണ്, മഹത്വത്തിൻ്റെ ആദികാരണമായ ക്രിസ്തു നിൻ്റെ ഉള്ളിലാണ്. മഹത്വത്തിൻ്റെ ആദികാരണമായ ക്രിസ്തു നിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ഉള്ളിൽ ഈ ക്രിസ്തു ആകാനുള്ള സാധ്യതയുടെ നിക്ഷേപമുള്ള വലിയ മനുഷ്യരായിരിക്കണം. ആ സാധ്യത കൊണ്ട് നീ എന്തു ചെയ്തു? അവിടം വരെ എത്താവുന്ന മനുഷ്യർ എന്തു ചെയ്തു? താലന്തിൻ്റെ കഥയൊക്കെ തീരുന്ന അങ്ങനെയാണ്. ആ പൊന്നാണയം കൊണ്ട് നീ എന്തു ചെയ്തു? ഈ പൊന്നാണയം കൊണ്ട് നീ എന്തു ചെയ്തു? ഇപ്പം 3 കാര്യങ്ങളാണ്. 1, ഒരേപോലെ പരിക്കേറ്റൻ്റെ അടയാളം. 2, ഒരേ ഭാഷ. 3, ഒരേ അവബോധം. പ്രണയത്തിലും യോഗാത്മത്തിലും പറയുന്നൊരു കുഞ്ഞു കവിത പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. അതിൻ്റെ ഏതാണ്ട് ആശയം ഇങ്ങനെയാണ്. അയാൾ സ്നേഹിക്കുന്ന പെൺകുട്ടിയെ കാണാൻ പോവുക. അപ്പോൾ അയാൾ കഷ്ടിച്ച് 20 വയസ്സേ ഉള്ളൂ. ചെറിയ കുടില ചെന്ന് കൊട്ടി. പകത്തുനിന്ന് അവൾ ചോദിച്ചു, ആരാ പുറത്ത്? അയാൾ പറഞ്ഞു, ഞാനാ. അപ്പോൾ അവൾ പറഞ്ഞു, ഇത് കുഞ്ഞു കുടില, ഇവിടെ ഞാൻ തന്നെ കഷ്ടിച്ചാ പെരുമാറിക്കൊണ്ടിരിക്കണം. എന്തായാലും ഈ വീട്ടിൽ 2 പേർ കടവില്ല, പോയിട്ട് വാ. അന്ന് അയാൾ അവിടം വിട്ട് പോയതാ. പിന്നെ 70 വർഷം അലഞ്ഞു. ഇപ്പം 90 വയസ്സുള്ള ഒരാൾ, വയോധികനായൊരു മനുഷ്യൻ കൂന് പിടിച്ച് ആ വഴിയിലൂടെ വീണ്ടും വരികയാണ്. ഈ വഴിയൊക്കെ എങ്ങനെ മറക്കാൻ? കുടിലൊക്കെ പൊടിഞ്ഞു ഉടങ്ങിയിട്ടുണ്ട്. വാതിൽ ഇങ്ങനെ ഒടിഞ്ഞ് പതുക്കെ ചെന്ന് കൊട്ടി. പകത്തുനിന്ന് അവരുടെ ശബ്ദം. അവരും വയസ്സായിട്ടുണ്ടാവും. ആരാ? അപ്പം അയാൾ കണ്ണുപൂട്ടി ഒന്ന് ഓർമ്മിച്ചെടുത്തു. ശരിക്കും ആരാ താൻ? കഴിഞ്ഞ് 70 വർഷം മുമ്പ് പറഞ്ഞു ഞാനെന്ന്. ഇപ്പം അത് പറയാൻ എനിക്ക് ധൈര്യമില്ല. കാരണം കഴിഞ്ഞ 70 വർഷമായിട്ട് അവളിൽ മാത്രം അർപ്പിച്ച ആൾ ജീവിക്കുകയായിരുന്നു. പറഞ്ഞതൊക്കെ അവളെക്കുറിച്ച്, പാടിയതൊക്കെ അവളെക്കുറിച്ച്, പ്രദക്ഷിണം വെച്ചത് അവളുടെ ഓർമ്മകൾക്ക് ചുറ്റും, പ്രാർത്ഥിച്ചതൊക്കെ അവളെ ചേർത്ത് പിടിച്ചും അവൾക്ക് വേണ്ടിയും. ശരിക്കും താൻ ആരാ? അപ്പം അയാളുടെ കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. അയാൾ പതുക്കെ പറഞ്ഞു, പുറത്തു നിൽക്കുന്ന ആരെന്നല്ലേ ചോദിച്ചത്? നീ തന്നെയാ. കഴിഞ്ഞ 70 വർഷങ്ങൾ കൊണ്ടുണ്ടാക്കിയ വ്യത്യാസം അതാ. അയാൾ അവളായി. പകത്തുനിന്നും ഒരു കരച്ചിൽ കേട്ടു. പിന്നെ വാതിൽ മലർക്കെ തുറന്നു. പ്രാർത്ഥന ഇതാ, കർത്താവായ യേശുവേ, ഈ 30,000 ദിവസങ്ങളുടെ ഒടുവിൽ
നിൻ്റെ അങ്കണത്തിൽ വരുമ്പോൾ അകത്തുനിന്ന് നീ ചോദിക്കും, ആരാ പുറത്ത്? അപ്പം ഞാൻ ഇങ്ങനെ കണ്ണുപൂട്ടി ചവിട്ടി വന്ന കുറേ ദിനങ്ങളിങ്ങനെ ഓർമ്മിച്ചെടുക്കും. പറഞ്ഞതൊക്കെ നിൻ്റെ വാക്ക്, പുലർത്തിയതൊക്കെ നിൻ്റെ അവബോധം. ഇനി നടുത്ത് വന്നേ, ആണിപ്പാടുള്ള നിൻ്റെ കൈകൊണ്ട് എൻ്റെ നെറ്റിത്തടം തൊട്ടൊന്ന് താഴോട്ട് കൈയോടിച്ച്, എന്നിട്ട് ഞാൻ തന്നെ ഈ കൈ ഇങ്ങനെ പിടിച്ച് താത്തും. ഇതിവിടം വരെ വരുമ്പോൾ അയാൾ കൈ വലിക്കും. കാരണം വിലാവ, ഇപ്പോഴും രക്തവും ജലവും ഒഴുകുന്നുണ്ട്. എന്നിട്ട് വലിച്ചു മാറ്റി അവൻ്റെ കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് ഞാൻ ചോദിക്കും, ഇനി പറ ആരാണെന്ന്. അവൻ എങ്ങനെ എന്നെ ചേർത്ത് പിടിച്ചിട്ട് പറയും, നീയോ സത്യമായിട്ടും നീ ഞാൻ തന്നെയാണ്. നീയോ സത്യമായിട്ടും നീ ഞാൻ തന്നെയാണ്. അനുഗ്രഹീതപ്പെട്ടവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ഇടങ്ങളിലേക്ക് പ്രവേശിക്കുക. ഇതിൽ കുറഞ്ഞ സ്വപ്നങ്ങളിൽ വിശ്വാസിയുടെ ഹൃദയം അഭിരമിക്കരുത്. വിശ്വാസിക്ക് ഇതിനേക്കാൾ കുറഞ്ഞൊരു സ്വപ്നമുണ്ടാവരുത്. ഒടുവിൽ അയാളും ഞാനും ഒന്നാകുമെന്നുള്ള സ്വപ്നം. അതിന് അവിടെ നമ്മളെ സഹായിക്കും. യാത്രയുടെ ഒടുവിൽ നിശ്ചയമായിട്ട് നമ്മൾ തമ്മിൽ പരസ്പരം തിരിച്ചറിയുകയും ചെയ്യും. ആമേൻ.